അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഷഹീദ് യാസിർ ഇസ്ലാമിലേക്ക് കടന്നുവന്നു എന്ന ഒറ്റ കാരണത്താൽ RSSന്റെ കാബാലികർ ക്രൂരമായി കൊല ചെയ്ത അയ്യപ്പൻ എന്ന യാസിർ, ആ ധീര രക്തസാക്ഷിയെ കുറിച്ച് മൻസൂർ മണ്ണാർക്കാട് എന്ന സഹോദരന്റെ ഭാവനയിൽ നിന്നുണ്ടായ ഹൃദയസ്പർശിയായ വരികളാണ് ഈ വീഡിയോയ്ക്കാധാരം. ഇതൊരു മെസ്സേജാണ്, നാം ഓരോരുത്തർക്കുമുള്ള മഹത്തായ സന്ദേശം. എന്റെ പേര് യാസിർ എന്നാണ്. മലപ്പുറം ജില്ലയിൽ തിരൂർ കുടുംബക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന അയ്യപ്പനായിരുന്നു ഞാൻ. ഉപജീവനത്തിനു വേണ്ടി തട്ടാൻ ജോലിയാണ് ചെയ്തിരുന്നത്. ഞാനൊരു RSS പ്രവർത്തകനും കടുത്ത ഇസ്ലാം വിരോധിയുമായിരുന്നു. ആ ഇടയ്ക്കാണ് ഇസ്ലാമിനെ വിമർശിക്കുവാനായി ഖുർആൻ പഠിക്കുവാൻ തീരുമാനിച്ചത്. വിശുദ്ധ ഖുർആനിലെ ഓരോ വരികളും വായിക്കുമ്പോൾ എന്റെ മനസ്സകങ്ങളിലേക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള ആഗ്രഹം ഏറിയേറി വന്നു. എന്റെ കയ്യിലുള്ള അറബിയും അതിന്റെ മലയാളത്തിലുള്ള വിവരണവുമുള്ള ഈ പുണ്യഗ്രന്ഥം മനുഷ്യ നിർമ്മിതിയല്ലെന്നും ഇത് ലോകത്തുള്ളവർക്ക് മുഴുവൻ അനുഗ്രഹമാണെന്നും തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഈ ഗ്രന്ഥത്തിലൂടെ നൽകുന്ന ബോധനമായ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം എന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് അവന്റെ ഔദാര്യമായി നിറച്ചു കഴിഞ്ഞെന്ന്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനത്തോടെ എനിക്ക് ലഭിച്ച ഈമാനിന്റെ മാധുര്യം എന്റെ രക്ഷിതാവിനോട് നന്ദിയുള്ളൊരടിമയായി അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവനെ മാത്രം ആശ്രയിച്ച് മുസ്ലിമായി ജീവിക്കുവാനും ഈമാനോടെ അവനെ കണ്ടുമുട്ടുവാൻ യാത്രയാകുവാനും തീരുമാനിച്ചുകൊണ്ട് ഈ ലോകം അവന്റെ ശാശ്വതമായ സ്വർഗത്തിനു വേണ്ടി കച്ചവടം ചെയ്തുകൊണ്ട് അവനാണ് സൃഷ്ടാവെന്ന അധികാരത്തെ സാക്ഷ്യപ്പെടുത്തലിന്റെ ബാക്കിയായി അവനു മാത്രമാണ് ആരാധനകൾക്ക് മുഴുവൻ അർഹത എന്ന സാക്ഷ്യവാചകവും ചൊല്ലിക്കൊണ്ട് അവനോട് ഞാൻ കരാർ ചെയ്തു. തുടർന്ന് അമ്മാറിന്റെ പിതാവായ യാസിറിന്റെ പേര് സ്വീകരിക്കുകയും എനിക്ക് ലഭിച്ച അനുഗ്രഹമായ ഈമാനിന്റെ മാധുര്യം എന്റെ പ്രിയതമയ്ക്കും മക്കൾക്കും പകർന്നു നൽകുകയും അവരും സന്തോഷത്തോടെ എന്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. അമ്മാറിന്റെ മാതാവായ യാസിറിന്റെ പ്രിയ പത്നിയായ മുഹമ്മദ് നബിയുടെ ദഅവത്തിന്റെ ഭാഗമായ ആദ്യത്തെ ഷഹീദിന്റെ പേരായ സുമയ്യ എന്ന നാമമാണ് എന്റെ ജീവന്റെ പാതി എന്റെ ഭാര്യ സ്വീകരിച്ചത്. മുകളിൽ പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് ചെറുതായൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. എനിക്ക് കൈവന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായ ലോക സൃഷ്ടാവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി അവന്റെ നല്ലൊരു അടിമയായി ജീവിക്കാനുള്ള സൗഭാഗ്യം മറ്റുള്ളവരിലേക്കും പകർന്നു നൽകാൻ ഞാൻ സദാ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. മുൻപ് പൂജാകർമ്മങ്ങൾ ചെയ്തതിനു പ്രായശ്ചിത്തമായി ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ പള്ളികളിലെല്ലാം ബാങ്ക് കൊടുക്കുവാനുള്ള അനുവാദം അവിടെ ചോദിക്കുകയും എന്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ടുതന്നെ അവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പ്രബോധനം കടമയാണെന്ന തിരിച്ചറിവിൽ നിന്നും എന്റെ റബ്ബിനോട് ഞാൻ ചെയ്ത കരാറിന്റെ പൂർത്തീകരണത്തിനായി ഞാനത് തുടർന്നു പോന്നിരുന്നു. അങ്ങനെ മറ്റു പലരും എന്നിലൂടെ ഇസ്ലാം പഠിക്കുകയും ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം അവർക്കും ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ടുതന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായ വെറുപ്പിന്റെ വക്താക്കളായ RSSന്റെ തെമ്മാടികൾ എന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന കൂട്ടുകാരൻ ബാബു ഇസ്ലാം സ്വീകരിക്കുകയും അബ്ദുൽ അസീസ് എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇതോടെ സംഘപരിവാർ കാബാലികരായ RSS തെമ്മാടിക്കൂട്ടം എനിക്കെതിരെ കൊലവിളി നടത്തുകയും കൊലക്കത്തി രാഗിമിനുക്കി പാകപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1998 ഓഗസ്റ്റ് 17 അന്നായിരുന്നു എന്റെ കൊലയാളികൾ എന്നെ തിരഞ്ഞുകൊണ്ട് രാത്രി എന്റെ വീട്ടിൽ വന്നത്. ആ സമയം മകൾക്ക് സുഖമില്ലാത്തതു കാരണം ഞാനും ഭാര്യ സുമയ്യയും അബ്ദുൽ അസീസ് സാഹിബും ആശുപത്രിയിൽ പോയി കുട്ടിയെ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വന്നു. തിരിച്ചെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ പറഞ്ഞു, ഇവിടെ കുറെ ആളുകൾ വന്ന് മോശമായി സംസാരിക്കുകയും വെല്ലുവിളി നടത്തുകയും ചെയ്തുവെന്ന്. ഞാനും അബ്ദുൽ അസീസും അത് ചോദിക്കുവാൻ പുറത്തിറങ്ങി. അപ്പോൾ ഭാര്യ സുമയ്യ കയ്യിൽ പിടിച്ചു പറഞ്ഞു, രാത്രിയാണ്, നല്ല ഇരുട്ടാണ്, ശത്രുക്കൾ ഉപദ്രവിക്കുമെന്ന്. ഞാൻ സഹധർമ്മിണിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു പറഞ്ഞു, ഞാൻ ശത്രുക്കളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടാൽ നമ്മുടെ നാഥന്റെ അടുത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ഷഹീദാകും ഞാൻ. ഒരു ഷഹീദിന് 40 ആളുകളെ ശുപാർശ ചെയ്യുവാനുള്ള അനുവാദമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഞാൻ രക്തസാക്ഷിയായാൽ
നിന്നെയും മക്കളെയുമാണ് ആദ്യം സ്വർഗലോകത്തേക്ക് ശുപാർശ ചെയ്യുക. ഇതു കേട്ട മാത്രയിൽ ഈമാനിന്റെ മാധുര്യം നിറഞ്ഞ സുമയ്യ എന്നെ സന്തോഷത്തോടെ യാത്രയാക്കി. ഞങ്ങൾ അങ്ങാടിയിലേക്കെത്തി. ഇരുട്ടിന്റെ മറവിൽ നിന്നും മാനവരാശിയുടെ മുഴുവൻ ശത്രുക്കളായ ഹിന്ദുത്വ ഫാഷിസ്റ്റുകളായ RSSന്റെ കാബാലികർ മാരകായുധങ്ങളുമായി ഞങ്ങളുടെ മേൽ ചാടി വീണ് ആക്രമിച്ചു. അവരുടെ ആയുധങ്ങൾ കൊണ്ട് കഴുത്തിലടക്കം ശരീരമാസകലം 14 മാരകമായ വെട്ടുകളുമായി ഞാൻ നിലത്തു വീഴുകയും ചെയ്തു. എന്റെ കഴുത്തിലൂടെ ചുടുചോര ചാലിട്ടൊഴുകുകയാണ്. കൂടെയുണ്ടായിരുന്ന അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് കിട്ടിയ മാരകമായ വെട്ടുകൾ വകവെക്കാതെ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നു. അബ്ദുൽ അസീസ്, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഷഹീദിനെ കുടിപ്പിക്കുന്ന പാനീയം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് സ്നേഹത്തോടെ നിരസിച്ചു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ എന്റെ രക്ഷിതാവിനോട് ചെയ്ത കരാർ പൂർത്തിയാക്കി. ദുനിയാവ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ചുകൊണ്ട് യാത്രയായിട്ട് 22 സംവത്സരങ്ങൾ കഴിഞ്ഞു. ഇതിന് ഇവിടെ പറയാൻ കാരണം, എന്റെ 3 വർഷത്തെ ഇസ്ലാമിക ജീവിതം വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും പേരിൽ നുള്ളിയെറിഞ്ഞ RSS കാബാലികർ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് ഓർമ്മിക്കുവാൻ വേണ്ടി മാത്രമാണ്. മറവി മരണമാണ്, ഓർമ്മയാണ് ജീവിതം എന്ന് സ്വന്തം സഹോദരൻ ഷഹീദ് യാസിർ, അതെ ഷഹീദ് യാസിർ, ഷഹീദ് ഫൈസൽ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവന്നു എന്ന ഒറ്റ കാരണത്താൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട എത്രയോ സഹോദരങ്ങൾ. പക്ഷേ അവർ മരിക്കുന്നില്ല. അള്ളാഹു അവർക്ക് നൽകുന്ന പദവി എത്ര മഹത്തരമാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉം വലാകിൻ ലാ തശ്ഉറൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ മരിച്ചവരെന്ന് പറയാതിരിക്കുക. അല്ല, അവർ ജീവിക്കുന്നവരാണ്, പക്ഷേ നിങ്ങളതറിയുന്നില്ല. 2-ാം അധ്യായത്തിലെ 154-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ അവരെ കുറിച്ച് അള്ളാഹു പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചു പോയവരാണെന്ന് കരുതരുത്. സത്യത്തിൽ അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ജീവിത വിഭവം നിർലോഭം ലഭിച്ചുകൊണ്ടേയിരിക്കും. 3-ാം അധ്യായത്തിലെ 169-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അക്രമികൾ വിചാരിക്കും കൊന്നു തീർക്കാമെന്ന്. എങ്കിൽ അവിടെ നിന്നാണ് ഷഹീദുകൾ പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർക്ക് മരണമില്ല, ജീവിക്കാനായി മരിച്ചവരാണവർ. മരണാന്തര ജീവിതത്തിൽ വിശ്വസിക്കുകയും രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ മരണം കൊണ്ട് ഭയപ്പെടുത്താമെന്ന് കരുതുന്നവർ വിഡ്ഢികളാണ്. കൊന്നു തീർക്കാമെന്ന് വ്യാമോഹിക്കുന്ന ശത്രുപക്ഷത്തോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് സയ്യിദ് ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഇല്ലെങ്കിൽ ആ ചരിത്രമൊന്ന് പഠിക്കണം. നിങ്ങൾ യുദ്ധഭൂമിയിലേക്ക് കടന്നു പോകുമ്പോൾ 2 കൈകളും ഉയർത്തി തന്റെ സൃഷ്ടാവായ തമ്പുരാനോട് ഈ യുദ്ധഭൂമിയിൽ വെച്ചെന്നെ നീ ഷഹീദാക്കണേ എന്ന് പ്രാർത്ഥിച്ച എന്റെ സർവസ്വവും നിനക്കായി സമർപ്പിക്കുകയാണെന്ന് നിന്റെ ചോദ്യത്തിനു മറുപടി നൽകാൻ കഴിയുന്ന വിധത്തിൽ എനിക്ക് നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച് യുദ്ധഭൂമികയിലേക്ക് നടന്നു നീങ്ങിയ ഹംസ റളിയല്ലാഹു അൻഹു കൈകാലുകൾ വെട്ടിമാറ്റപ്പെട്ട് കണ്ണുകളും കാതുകളും ചുണ്ടും മൂക്കും അരിഞ്ഞെടുത്ത് നെഞ്ചകം പിളർത്തി കരളും തലച്ചോറും ചവച്ചു തുപ്പപ്പെട്ട തലയോട്ടിയിൽ മദ്യമൊഴിച്ച് കുടിച്ച് വഹ്ശിയും ഹിന്ദും ചേർന്ന് അതിക്രൂരമായി കൊന്നുകളഞ്ഞ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു, ആ ഹംസയാണ് സ്വർഗത്തിൽ ശുഹദാക്കളെ സ്വീകരിക്കാനുണ്ടാകുക എന്ന് ആവേശത്തോടെ മനസ്സിൽ സൂക്ഷിച്ച് ഹംസയെ കാണാൻ കൊതിച്ച് നടക്കുന്ന സംഘത്തോടാണോ നിങ്ങൾ ചാത്തിയുടെ മൂർച്ച കാണിച്ച് ഭയപ്പെടുത്തി സത്യമാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കഴിയില്ല നിങ്ങൾക്ക്. അതിനെത്ര ജന്മം ശ്രമിച്ചാലും അയ്യപ്പൻ എന്ന യാസിറും ചിരിതക്കുട്ടി എന്ന ആമിനക്കുട്ടിയും നടന്ന വഴിയിലൂടെയാണ് അനിൽകുമാർ എന്ന ഫൈസലും നടന്നു നീങ്ങിയത്. ഒരു പരിധിവരെ ഞങ്ങളും ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ ജീവിച്ച കാലത്ത് ജീവിക്കാനെങ്കിലും കഴിഞ്ഞല്ലോ എന്ന ഭാഗ്യം. അവരുടെ ഈമാനിന് മുന്നിൽ നമ്മുടെ ഈമാൻ എത്രയോ നിസാരം.
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നമ്മ ഏവരെയും ഷഹീദ് യാസിറിന്റെ, ഷഹീദ് ഫൈസലിന്റെ, ഷഹീദ് ആമിനക്കുട്ടിയുടെ കൂടെ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.